ഭോപ്പാലിനെ സംബന്ധിച്ചിടത്തോളം അത് മറ്റേതൊരു ദിവസവും പോലെ സാധാരണ ദിവസമായിരുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തങ്ങളുടെ ജീവിതം നെടുകയും കുറുകയും ഛേദിക്കപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നുപോകുമെന്ന് ആരും വിചാരിക്കാതിരുന്ന ദിവസം. പകലിന്റെ അധ്വാനത്തിന് ശേഷം ഉറങ്ങാൻ കിടക്കുമ്പോഴും നാളെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനയിലും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലുമായിരുന്നു അവർ. അതെ, അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിക്കുമെന്ന സൂചനകൾ തെല്ലും ലഭിക്കാതിരുന്ന ദിവസം തന്നെയായിരുന്നു അതെല്ലാം സംഭവിച്ചത്. അവരിൽ പലരുടെയും ഉറക്കം അന്ത്യനിദ്രയായിരുന്നു. ഉറങ്ങാൻ കിടന്ന പലരും ഉറക്കത്തിൽ നിന്ന് ഉണർന്നില്ല. ഉറക്കത്തിൽ കണ്ട വർണ്ണ സ്വപ്നങ്ങൾക്കും മീതെ മരണത്തിന്റെ വിഷപ്പുക പരന്ന് ഒഴുകി. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയാതെയും മരിക്കുകയാണോ ജീവിച്ചിരിക്കുകയാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാതെയും മരണത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് അവർ ഇടറി വീണുകൊണ്ടിരുന്നു. മനുഷ്യർ മാത്രമായിരുന്നില്ല, മാളങ്ങളിൽ ഒളിക്കാത്ത സകല ജന്തുവർഗങ്ങളും ആ രാത്രിയുടെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് ജീവശ്വാസത്തിനായി പിടഞ്ഞു. ഒടുവിൽ നിസ്സഹായതയോടെ അവരെല്ലാം മരണത്തിന് കീഴടങ്ങി. ഈ നടുക്കുന്ന സത്യം അറിഞ്ഞപ്പോൾ ഇന്ത്യ മാത്രമല്ല, ലോകം തന്നെയും നടുങ്ങി. ചരിത്ര പുസ്തകങ്ങളിൽ ഒരു കറുത്ത അധ്യായമായി പ്രസ്തുത സംഭവം എഴുതി ചേർക്കപ്പെട്ടു. എന്തായിരുന്നു ആ സംഭവം? എന്തായിരുന്നു അന്ന് രാത്രി സംഭവിച്ചത്? എന്തിനാണ് ലോകം നടുങ്ങിയത്? ആയിരക്കണക്കിന് ആളുകൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞ ആ രാത്രിയുടെ ഓർമ്മയാണ് ഭോപ്പാൽ വിഷവാതക ദുരന്തം, ഇന്ത്യയിലെ ചെർണോബിൽ ദുരന്തം, ലോകത്തിലെ ഏറ്റവും ദാരുണമായ വ്യാവസായിക ദുരന്തം. മഹാനാശത്തിന്റെ വിഷപ്പുകയിൽ മനുഷ്യർ മരിച്ചു വീണ ഇരുണ്ട നിമിഷങ്ങൾ. 1984 ഡിസംബർ 2 പാതിരായ്ക്കും 3 പുലർച്ചയ്ക്കുമാണ് മനുഷ്യവംശത്തെ മുഴുവനെയും ഞെട്ടിച്ചു കളഞ്ഞ ഭോപ്പാൽ ദുരന്തം അരങ്ങേറിയത്. ലോകഭൂപടത്തിൽ കറുത്ത മഷി കൊണ്ട് എഴുതി ചേർക്കപ്പെട്ട ആ ദിവസത്തിലേക്ക്, കറുപ്പും വെളുപ്പും കൊണ്ട് കണ്ണീര് ചാലിച്ചെഴുതിയ ആ കഠിന രാത്രിയിലേക്ക് നമുക്ക് തിരികെ നടക്കാം. ഷെക്കേന ന്യൂസ് അവതരിപ്പിക്കുന്ന ചരിത്ര പുസ്തകത്തിന്റെ ഏടുകളിലേക്ക്, ലോകം നടുങ്ങിയ നിമിഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ആദരപൂർവം സ്വാഗതം. ഇത് മധ്യപ്രദേശ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇന്ത്യയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിന്റെ രൂപീകരണം വരെ മധ്യപ്രദേശായിരുന്നു ഏറ്റവും വലിയ ഇന്ത്യൻ സംസ്ഥാനം. മധ്യപ്രദേശിന്റെ തലസ്ഥാനമാണ് ഭോപ്പാൽ. ഇൻഡോർ കഴിഞ്ഞാൽ മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരവും ഇത് തന്നെ. ഒരു കാലത്ത് മുഗൾ രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു ഭോപ്പാൽ. മധ്യപ്രദേശിന്റെ തലസ്ഥാനമായി മാറിയതോടെയാണ് ഭോപ്പാലിൽ ജനബാഹുല്യം വർദ്ധിച്ചത്. വിഷവാതക ദുരന്തം സംഭവിച്ച അവസരത്തിൽ ഭോപ്പാലിലെ ജനസംഖ്യ 8 ലക്ഷം ആയിരുന്നു. ഭോപ്പാലിനെ ലോകശ്രദ്ധയിലേക്ക് വഴിതിരിച്ചുവിട്ട വിഷവാതക ദുരന്തം സംഭവിച്ചത് ഇവിടെ സ്ഥാപിതമായ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്നായിരുന്നു. ഭോപ്പാലിന്റെ വടക്ക് ഭാഗത്തായിട്ടായിരുന്നു ഈ ഫാക്ടറി. അമേരിക്കൻ രാസവ്യവസായ ഭീമനാണ് യൂണിയൻ കാർബൈഡ് കമ്പനി. ആയിരത്തി 1917 ഈ കമ്പനി സ്ഥാപിതമായത്. കമ്പനിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ജോലിക്കാരുടെയോ പൊതുജനങ്ങളുടെയോ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പലവട്ടം ഈ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത്തരം വീഴ്ചകളിൽ വെച്ച് ഏറ്റവും ഗുരുതരമായിരുന്നു ഭോപ്പാൽ ദുരന്തം. എവറഡി ബാറ്ററി പോലെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മളിൽ പലർക്കും പരിചയമുണ്ട്. ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾക്ക് വേണ്ടിയാണ്
യൂണിയൻ കാർബൈഡ് ഇന്ത്യയിൽ വേരുപാകിയത്. ആദ്യം ഡ്രൈസെൽ കമ്പനിയായി തുടങ്ങിയ ഈ സ്ഥാപനം കീടനാശിനി നിർമ്മാണത്തിലേക്ക് കടന്നപ്പോൾ ഇന്ത്യയെ ഒരു ദുരന്തം കാത്തു നിൽക്കുകയാണെന്ന് ആരും മനസ്സിലാക്കിയിരുന്നില്ല. കാർഷിക രാജ്യമായ ഇന്ത്യ കീടനാശിനിയുടെ വലിയ ഒരു വിപണി നേടിക്കൊടുക്കും എന്ന കണക്കുകൂട്ടലോടെയാണ് യൂണിയൻ കാർബൈഡ് ഭോപ്പാലിൽ കീടനാശിനി ഫാക്ടറി ആരംഭിച്ചത്. സെവിൻ എന്ന് പേരുള്ള കീടനാശിനിയായിരുന്നു ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2000 ടണ്ണിൽ കൂടുതൽ സെവിൻ ആവശ്യം വരില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരു ഉൽപാദനശാല നിർമ്മിക്കുവാനാണ് കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. എങ്കിലും ആ നിർദ്ദേശത്തെ കാറ്റിൽ പറത്തി 5000 ടൺ സെവിൻ നിർമ്മിക്കുവാനാണ് യൂണിയൻ കാർബൈഡ് തീരുമാനിച്ചത്. അതനുസരിച്ച് 1969 യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ ഭോപ്പാലിൽ പ്ലാന്റ് സ്ഥാപിക്കുകയും സെവിൻ ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. 100-ലധികം കീടങ്ങളെ ഒറ്റയടിക്ക് നശിപ്പിക്കുവാൻ കഴിയുന്നതാണ് സെവിൻ എന്നായിരുന്നു കമ്പനിയുടെ പ്രചാരണം. പക്ഷേ ചില പ്രതികൂല ഘടകങ്ങൾ കൊണ്ട് കമ്പനിക്ക് ഉദ്ദേശിച്ചതുപോലെ വിപണനം സാധ്യമായില്ല. വെള്ളപ്പൊക്കവും വരൾച്ചയുമായിരുന്നു പ്രധാന കാരണം. മാത്രമല്ല, ഇന്ത്യയിലെ കർഷകർക്ക് സെവിന്റെ വില താങ്ങാനാവുന്നതും ആയിരുന്നില്ല. മീഥൈൻ ഐസോസയനേറ്റ് അഥവാ MIC, നാഫ്തോൾ എന്നിവ ചേർത്തായിരുന്നു സെവിൻ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഇതിൽ മീഥൈൻ ഐസോസയനേറ്റ് ഒരു മാരക വിഷമായിരുന്നു. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിവുള്ള മാരക വിഷം. ഈ രാസവസ്തു 1980 വരെ അമേരിക്കയിൽ നിന്നായിരുന്നു ഇറക്കുമതി ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് ഉൽപാദന ചെലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മീഥൈൽ ഐസോസയനേറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി കൂടി സ്ഥാപിക്കാൻ കമ്പനി തീരുമാനിച്ചു. മീഥൈൻ ഐസോസയനേറ്റ് വൻതോതിൽ ശേഖരിച്ചു വെച്ച് ആവശ്യം വരുമ്പോൾ കീടനാശിനിയിൽ ചേർക്കാം എന്നതായിരുന്നു കമ്പനിയുടെ പ്ലാൻ. 67,000 ടൺ കപ്പാസിറ്റിയുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ടാങ്കുകളിലായിരുന്നു ഇത് സൂക്ഷിച്ചിരുന്നത്. വെള്ളവുമായി ചേർന്ന് പ്രതിപ്രവർത്തനം നടത്തുമ്പോൾ അത്യുഗ്രശേഷിയുള്ള മാരക വിഷമായി മാറും എന്നതായിരുന്നു MICയുടെ പ്രത്യേകത. വ്യത്യസ്ത സാന്ദ്രതയിൽ വ്യത്യസ്തമായ രീതിയിലാണ് MIC ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. 5 ppm താഴെയുള്ള സാന്ദ്രതയിൽ നെഞ്ചുവേദന, ശ്വാസതടസ്സം, കണ്ണുനീറ്റൽ തുടങ്ങിയവയും അതിലും കൂടിയാൽ ശ്വാസകോശത്തിൽ നീർക്കെട്ടും 21 ppm കൂടുതലുള്ള സമ്പർക്കം ഉടനടി മരണവും ക്ഷണിച്ചു വരുത്തുമായിരുന്നു. 5 ppm സാന്ദ്രത കൂടുതലായാൽ മണം കൊണ്ടുപോലും തിരിച്ചറിയാൻ കഴിയില്ലെന്ന അപകടവും ഇതിനുണ്ട്. ഇത്രയും ഗൗരവ സ്വഭാവമുള്ള MIC ടാങ്കിൽ സൂക്ഷിക്കുന്നതിൽ കമ്പനി പുലർത്തിപ്പോന്ന സുരക്ഷാ പാളിച്ചകളാണ് ഭോപ്പാൽ ദുരന്തത്തിന് വഴിതെളിച്ചത്. ഭോപ്പാൽ ദുരന്തത്തിന് മുൻപ് ഈ ഫാക്ടറിയിലെ തന്നെ ഒരു ജോലിക്കാരൻ വിഷവാതകം ശ്വസിച്ച് മരണമടഞ്ഞിരുന്നു. 1981 ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പ്ലാന്റിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ മാസ്ക് മാറ്റിയപ്പോൾ വിഷവാതകം ശ്വസിക്കുകയും 72 മണിക്കൂറിനുള്ളിൽ മരിക്കുകയും ചെയ്ത അഷ്റഫ് ആയിരുന്നു ആ ഹതഭാഗ്യവാൻ. 1982 ജനുവരിയിലായിരുന്നു അടുത്ത അപകടം. 24 തൊഴിലാളികളാണ് അന്ന് വിഷവാതകം ശ്വസിച്ചത്. അതേ ഫെബ്രുവരിയിലും സമാനമായ രീതിയിൽ സംഭവിച്ചു. 18 തൊഴിലാളികൾ വിഷവാതകം ശ്വസിച്ചു. പക്ഷേ രണ്ടിടത്തും ജീവാപായം സംഭവിച്ചില്ല. ഓഗസ്റ്റിൽ ഒരു കെമിക്കൽ എഞ്ചിനീയർക്ക് ലിക്വിഡ് MICയുമായി നേരിട്ടുള്ള സമ്പർക്കം മൂലം 30% പൊള്ളലേറ്റു. തുടർന്നും സൂപ്പർവൈസർമാർ ഉൾപ്പെടെ പലർക്കും പൊള്ളലേൽക്കുകയും
വാതകവുമായുള്ള സമ്പർക്കം മൂലം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതിനു പുറമെ 1983-ലും 1984-ലും MIC ഉൾപ്പെടെയുള്ള പല വാതകങ്ങളും ചോർന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതെല്ലാം ഓരോ തരത്തിലുള്ള മുന്നറിയിപ്പും മുൻകരുതലുകൾ എടുക്കുവാനുള്ള താക്കീതുമായിരുന്നു. പക്ഷേ ബോധപൂർവമായ അശ്രദ്ധയും അവഗണനയും ഒരു മഹാദുരന്തത്തിലേക്ക് വാതിൽ തുറന്നു കൊടുക്കുകയായിരുന്നു. 1982 ഡിസംബർ 2 രാത്രി. തുടക്കത്തിൽ നാം കണ്ടതുപോലെ ഭോപ്പാലിലെ സാധാരണക്കാരായ ജനങ്ങൾ പകലിന്റെ അധ്വാനത്തിന് ശേഷം ശാന്തമായി ഉറങ്ങാൻ കിടന്ന ദിവസം. ഉറക്കത്തിൽ അവരിൽ പലരെയും മരണം കൂട്ടിക്കൊണ്ടുപോയ ദിവസം. ഒരു സൈഡ് പൈപ്പ് വഴി MIC സൂക്ഷിച്ചിരുന്ന ടാങ്ക് നമ്പർ 610-ൽ വെള്ളം കയറിയതോടെയായിരുന്നു അപകടങ്ങൾക്ക് തുടക്കമായത്. വൈകുന്നേരമാണ് ഇത് സംഭവിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. രാത്രി 10:30-ന് ടാങ്കിലെ പ്രഷർ പരിശോധന നടത്തി. ഇൻസ്ട്രുമെന്റ് തകരാർ കൊണ്ടാണ് ടാങ്കിലെ പ്രഷർ കൂടിയതെന്ന നിഗമനത്തിലാണ് ജീവനക്കാർ എത്തിയത്. രാത്രി 11:30-യോടെ അസ്വാഭാവികമായ തോതിൽ വാതക ചോർച്ച അനുഭവപ്പെടുന്നതായി അവർക്ക് മനസ്സിലായി. ടാങ്കിലെ ചോർച്ച കണ്ടെത്തിയ അവർ അക്കാര്യം MIC സൂപ്പർവൈസറെ വിവരം ധരിപ്പിക്കുകയും പരിഹാരം കണ്ടെത്താൻ തീരുമാനിക്കുകയും ചെയ്തു. പാതിരാത്രിക്ക് ശേഷമുള്ള ടീ ബ്രേക്കിന്റെ വേളയിൽ ജീവനക്കാർ ഇതേക്കുറിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നതും. ടീ ബ്രേക്ക് കഴിയും മുൻപ് തന്നെ ടാങ്കിലെ താപനില പരിധിക്ക് പുറത്തായി. സമ്മർദ്ദം നിയന്ത്രണാതീതമായി. എമർജൻസി റിലീഫ് വാൽവ് പൊട്ടിത്തെറിക്കുകയും ഈ 6 ടൺ ടാങ്കിന് മുകളിലുള്ള കോൺക്രീറ്റ് സ്ലാബ് ഒട്ടുകയും ചെയ്തു. തുടർന്ന് സംഭവിച്ചത് കൈപ്പിടിയിൽ നിൽക്കാത്ത കാര്യങ്ങളായിരുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ 40 ടൺ MIC വാതകം ഭോപ്പാലിന്റെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. തെക്ക് കിഴക്ക് ദിശയിലേക്കായിരുന്നു വാതകം പടർന്നത്. അതായത് ചേരികളിലേക്കും സാധാരണക്കാരുടെ താമസ സ്ഥലങ്ങൾക്കും നേരെ. ഭോപ്പാലിന്റെ ആകാശങ്ങളിൽ വെളുത്ത പുകപടലങ്ങൾ മഞ്ഞുപോലെ പരക്കാൻ തുടങ്ങി. മഞ്ഞായിട്ടാണ് മറ്റു പലർക്കും അത് തോന്നിയതും. കാരണം അത് ഡിസംബർ മാസം കൂടി ആയിരുന്നുവല്ലോ. വാതകത്തിന്റെ തോത് നിയന്ത്രണാതീതവും അസഹനീയവുമായി കഴിഞ്ഞപ്പോൾ പ്ലാന്റിൽ നിന്ന് അപായ സൈറൺ മുഴങ്ങിത്തുടങ്ങി. 2 തരത്തിലുള്ള സൈറനാണ് മുഴങ്ങിയത്. ഒന്ന് പ്ലാന്റിലെ ജീവനക്കാർക്ക് വേണ്ടിയും 2 പൊതുജനങ്ങൾക്ക് വേണ്ടിയും. പെട്ടെന്നുണ്ടായ ചുമയും ശ്വാസം മുട്ടലിന്റെയും കാരണമറിയാതെ കുറെ ആളുകൾ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുമ്പോഴാണ് അപകട സൈറൺ മുഴങ്ങിയത്. മറ്റു ചിലരാകട്ടെ ആ സൈറൺ കേട്ടാണ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. അതെന്തായാലും സൈറൺ കേട്ട് പുറത്തേക്കിറങ്ങിയവരെല്ലാം കടുത്ത വിഷവാതകം ശ്വസിച്ച് ശ്വാസം കിട്ടാതെ പിടഞ്ഞു. MIC ആണ് ചോർന്നതെന്ന് തുടക്കത്തിൽ ആരും മനസ്സിലാക്കിയിരുന്നില്ല. മാത്രവുമല്ല, MICയെ കുറിച്ച് വേണ്ടത്ര അറിവ് ആശുപത്രിക്കാർക്ക് ഇല്ലായിരുന്നു. വിഷവാതകം ശ്വസിച്ചു വരുന്നവരെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിന് ഇത് വിഘാതം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. വെളുപ്പിന് 2 മണിയായപ്പോഴേക്കും വാതക ടാങ്ക് പൊട്ടിത്തെറിച്ചു. വൻതോതിൽ വാതക ചോർച്ച സംഭവിച്ചു തുടങ്ങി. കൂടുതൽ ആളുകൾ ശ്വാസം മുട്ടലും നെഞ്ചുവേദനയും ഛർദിയും വയറുവേദനയുമായി നിലവിളിച്ചു തുടങ്ങി. ഡിസംബർ 3 നേരം വെളുത്തപ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു കഴിഞ്ഞിരുന്നു. തെരുവുകളിൽ മൃഗങ്ങൾക്കൊപ്പം മനുഷ്യരും മരിച്ചുകൊണ്ടിരുന്നു. സംസ്കരിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ മൃതദേഹങ്ങൾ ശ്മശാനങ്ങളിൽ ബാക്കിയായി. ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ഇതിനു മുൻപൊരിക്കലും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഭീകരമായ വ്യാവസായിക ദുരന്തത്തിന് മുൻപിൽ ഇന്ത്യ വിറച്ചു നിന്നു. പ്രകൃതി ദുരന്തങ്ങളും മറ്റും കൈകാര്യം ചെയ്ത് പരിചയമുണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിഷവാതക ദുരന്തം ആദ്യത്തേതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ
ഇന്ത്യക്ക് നല്ല ആശങ്കകളും ഉണ്ടായിരുന്നു. ഈ ആശങ്കകൾ ദുരന്തത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു. ഗോരഖ്പൂർ ട്രെയിൻ അപകടം ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിന്റെ തുടർച്ചയായി കാണേണ്ടതാണ്. ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ അന്ന് ഗോരഖ്പൂർ ട്രെയിൻ വൈകിയാണ് എത്തിയത്. യാത്രയയക്കാനും സ്വീകരിക്കാനുമായി പതിവിലും കൂടുതൽ ആളുകൾ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അതിനു പുറമെ ഭവനരഹിതരും നാടോടികളുമായവരും ആ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. ഫാക്ടറിയിൽ നിന്ന് പുറത്തു വന്ന വിഷവാതകം റെയിൽവേ സ്റ്റേഷനിലും എത്തി. ആളുകൾ അസ്വസ്ഥരാവുകയും ശ്വാസം കിട്ടാതെ പിടയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ ശർമ്മയും അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസും ജനങ്ങൾ നേരിടുന്ന ഈ ബുദ്ധിമുട്ട് തങ്ങളുടെ AC റൂമിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അഹിതകരമായിട്ട് എന്തോ സംഭവിച്ചുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ വരാൻ പോകുന്ന ഗോരഖ്പൂർ എക്സ്പ്രസിനെ കുറിച്ച് അദ്ദേഹം ഓർമ്മിച്ചു. വിദിഷ സ്റ്റേഷൻ കഴിഞ്ഞ് ട്രെയിൻ ഭോപ്പാലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് വിവരം കിട്ടി. 12 മൈൽ ദൂരം മാത്രമേ വിദിഷയും ഭോപ്പാലുമായി ഉണ്ടായിരുന്നുള്ളൂ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ട്രെയിൻ ഭോപ്പാൽ സ്റ്റേഷനിൽ എത്തിച്ചേരും. അപ്പോഴും പ്ലാറ്റ്ഫോമിലെ ആളുകൾ ശ്വാസം മുട്ടുകയും അവർ കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനിലെ യാത്രക്കാരും നേരിടാൻ പോകുന്നത് സമാനമായ അവസ്ഥ തന്നെയാണെന്ന് ശർമ്മ മനസ്സിലാക്കി. ട്രെയിൻ തിരിച്ചുവിടാനുള്ള സിഗ്നലുകൾ നൽകുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ തന്റെ അസിസ്റ്റൻസിനെ ചുവന്ന റാന്തൽ വിളക്കുമായി ട്രെയിനിന് സമീപത്തേക്ക് പറഞ്ഞയക്കുക എന്ന തീരുമാനമാണ് അദ്ദേഹം ഒടുവിൽ നടപ്പിലാക്കിയത്. വിഷവാതകം പരന്നിരിക്കുന്ന സാഹചര്യത്തിൽ പുറത്തേക്കിറങ്ങുന്നത് അങ്ങേയറ്റം അപകടകരമാണെന്നും തങ്ങളുടെ തന്നെ ജീവൻ നഷ്ടമാകുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുവാനായി അന്നവർ ചുവന്ന റാന്തൽ വിളക്കുമായി റെയിൽ പാളത്തിലൂടെ ഗോരഖ്പൂർ എക്സ്പ്രസിന് നേരെ പാഞ്ഞു ചെന്നത്. ശ്വാസകോശം വിഷവാതകം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞപ്പോഴും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുവാനായി തങ്ങളുടെ അവസാനത്തെ ശക്തിയും സംഭരിച്ച് അവർ ചുവന്ന റാന്തൽ വിളക്കുകൾ ഉയർത്തിപ്പിടിച്ച് കാണിച്ചു. പക്ഷേ അവർ നൽകിയ മുന്നറിയിപ്പ് മനസ്സിലാക്കാൻ ലോക്കോ പൈലറ്റിന് സാധിച്ചില്ല. ഏതോ മദ്യപന്മാരുടെ കാട്ടിക്കൂട്ടൽ എന്നേ അദ്ദേഹം കരുതിയുള്ളൂ. അതുകൊണ്ട് അവരെ ഇടിച്ചു തെറിപ്പിച്ച് ട്രെയിൻ ഭോപ്പാൽ സ്റ്റേഷനിലേക്ക് കുതിച്ചു. ഭോപ്പാൽ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വന്നു നിന്നപ്പോഴേക്കും എന്തു ചെയ്യണമെന്ന് അറിയാത്ത വിധത്തിലുള്ള നിസ്സഹായത ശർമ്മയെ ബാധിച്ചു. പരീക്ഷണം പാളിപ്പോയെന്നും സഹപ്രവർത്തകർ എന്നേക്കുമായി തനിക്ക് നഷ്ടമായിരിക്കുന്നുവെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം ട്രെയിനിൽ നിന്ന് ആരും പുറത്തേക്ക് ഇറങ്ങരുതെന്നും വിഷവാതകം ഭോപ്പാലിൽ വ്യാപകമായിട്ടുണ്ടെന്നും കഴിയുന്നത്ര ശാന്തത സംഭരിച്ച് അറിയിച്ചു. പക്ഷേ ആ അറിയിപ്പ് കേട്ടോ കേൾക്കാതെയോ പുറത്തിറങ്ങിയ പലരും ആ നിമിഷം തന്നെ പ്ലാറ്റ്ഫോമിൽ കുഴഞ്ഞു വീണുകൊണ്ടിരുന്നു. ആസന്നമായ ഒരു ദുരന്തം തനിക്ക് മുൻപിൽ വാപിളർന്നു നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയ ശർമ്മ അടുത്ത നിമിഷം എഞ്ചിൻ കമ്പാർട്ട്മെന്റിലേക്ക് ഓടിച്ചെല്ലുകയും പച്ചക്കൊടി വീശി ട്രെയിൻ മുന്നോട്ട് യാത്രാനുമതി നൽകുകയും ചെയ്തു. അങ്ങനെ 100 കണക്കിന് ആളുകൾക്ക് അദ്ദേഹം പുനർജീവൻ നൽകുകയായിരുന്നു. ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ സംഖ്യ 15,000-നും 20,000-നും ഇടയിലാണെന്നാണ് ചില കണക്കുകൾ പറയുന്നത്. എന്നാൽ ആദ്യ ആഴ്ചയിൽ തന്നെ ഇത്രയും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് മറ്റു ചില കണക്കുകൾ അവകാശപ്പെടുന്നത്. 2006 സർക്കാർ കണക്ക് പ്രകാരം വിഷവാതക ദുരന്തം 5,58,125 പേരെ ബാധിച്ചു. അതിൽ 3,900 പേരെ നേരിട്ട് ബാധിച്ചു. മരണത്തോടെ വേർപിരിഞ്ഞവരുടെ വേദനയും ദുരന്തവും അവിടെ അവസാനിച്ചുവെന്ന് ആശ്വസിക്കാം. പക്ഷേ മരിക്കാതെ ബാക്കിയായവരുടെ ജീവിതങ്ങളിൽ നിന്ന് ഈ ദുരന്തത്തിന്റെ അനന്തരഫലങ്ങൾ ഇനിയും തുടച്ചു മാറ്റുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറെ ഖേദകരം. മാത്രവുമല്ല,
അടുത്ത തലമുറകളിലേക്ക് കൂടി ഇതിന്റെ തിക്തഫലങ്ങൾ കൈമാറേണ്ടി വരുന്ന ദൗർഭാഗ്യവാന്മാർ കൂടിയായി അവർ മാറിയിരിക്കുന്നു. വിഷവാതക സമ്പർക്കത്തിന്റെ ഫലമായി നിത്യരോഗികളായി കഴിയുകയാണ് അവരിൽ പലരും. ക്യാൻസർ രോഗികളായവരും കാഴ്ചശക്തി നഷ്ടപ്പെട്ടവരുമാണ് അതിൽ ഏറെയും. വിഷവാതക ദുരന്തം ഉണ്ടായപ്പോൾ ഗർഭിണികളായിരുന്ന 3000-ഓളം സ്ത്രീകളുടെ ഗർഭം അലസിപ്പോയി. പ്രസവിച്ച കുട്ടികളാകട്ടെ ചാപിള്ളകളായി. രണ്ടിനുമിടയിൽ അല്ലാതെ ജനിച്ചു വീണ കുട്ടികൾ ഓട്ടിസം പോലെയുള്ള ജനിതക വൈകല്യത്തിന്റെ ഇരകളായി മാറി. ചേരി നിവാസികളും അർദ്ധ പട്ടിണിക്കാരും ഭവനരഹിതരുമൊക്കെയായിരുന്നു ഈ ദുരന്തത്തിന് ഇരകളായി മാറിയത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മനുഷ്യജീവനെ മാത്രമല്ല, പ്രകൃതിയെയും അന്തരീക്ഷത്തെയും വിഷവാതക ദുരന്തം പ്രതികൂലമായി ബാധിച്ചു എന്നതാണ് വാസ്തവം. മരങ്ങൾ ഇലകൊഴിച്ചു. അന്തരീക്ഷ താപനില ക്രമാതീതമായി വർദ്ധിച്ചു. ഭോപ്പാലിന്റെ സ്വാഭാവികതയ്ക്ക് പ്രകടമായ അന്തരമുണ്ടായി. ജനജീവിതം സ്തംഭിച്ചു. പുരോഗതികൾ മരവിച്ചു. പ്രിയപ്പെട്ടവർ നഷ്ടമായതുവഴി കുടുംബങ്ങൾ അനാഥമായി. ഒരു ഉറക്കത്തിൽ നിന്ന് ആരും ഉണർന്നെണീക്കാത്ത ഒരു കുടുംബത്തിന്റെ അവസ്ഥ എത്രയോ പരിതാപകരമാണെന്ന് ആലോചിച്ചു നോക്കൂ. മരിക്കുകയാണെന്ന് പോലും മനസ്സിലാകാതെ മരിച്ചു വീണവരുടെ ദയനീയത എത്രത്തോളം ഹൃദയഭേദകമാണെന്ന് ചിന്തിച്ചു നോക്കൂ. മോർച്ചറികളിൽ ഒതുങ്ങാതെ ആശുപത്രി വളപ്പുകളിൽ നിരത്തിയിട്ട ശവശരീരങ്ങൾ. മരണവുമായി മല്ലടിക്കുന്നവരുമായി ഇപ്പോഴും ആശുപത്രികളിലേക്ക് നീങ്ങുന്ന ട്രക്കുകളും ടെമ്പോകളും. ആശുപത്രി വളപ്പുകളിൽ പെട്ടെന്നുയർത്തിയ കൂടാരങ്ങളിൽ കൺപോളകൾ തുറക്കുവാനാവാതെ പിടയുന്ന ആയിരങ്ങൾ. മനുഷ്യരാശിയെ മുഴുവൻ നടുക്കുന്ന വിഷവായു ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഭോപ്പാലിന്റെ മുഖം ഇപ്പോൾ ഭീകരമാണ്. വിവരിക്കുവാൻ വാക്കുകളില്ല. മനസ്സും ശരീരവും ഒരുപോലെ ഇവിടെ മരവിക്കുന്നു. ഭോപ്പാൽ ദുരന്തത്തെ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത പത്രപ്രവർത്തകനായ വി രാജഗോപാലിന്റെ വാക്കുകളാണ് ഇത്. ഭോപ്പാൽ ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോൾ വിട്ടുപോകരുതാത്ത ഒരു പേരാണ് വാറൻ ആൻഡേഴ്സൺ. യൂണിയൻ കാർബൈഡ് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായിരുന്നു അദ്ദേഹം. ദുരന്തം നടന്നതിന്റെ 4-ാം ദിവസം ആൻഡേഴ്സണെയും 6 ഉദ്യോഗസ്ഥരെയും നരഹത്യാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു. 25,000 രൂപ ജാമ്യത്തുക കെട്ടിവെച്ച് പുറത്തിറങ്ങിയ ആൻഡേഴ്സൺ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യ വിട്ടു. പിന്നീട് ഒരിക്കലും അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നതേയില്ല. തുടർന്ന് ആൻഡേഴ്സനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. 2014 ഒക്ടോബറിൽ വാർദ്ധക്യ സഹജമായ കാരണങ്ങളെ തുടർന്ന് ആൻഡേഴ്സൺ മരണമടഞ്ഞു. മരിക്കുന്നതുവരെയും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭോപ്പാൽ ദുരന്തം ഒരു വേദനയായി, പശ്ചാത്താപമായി അവശേഷിച്ചിരുന്നു. അറിയില്ല, മാരകമായ വിഷവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് തന്നെ സ്ഥാപിക്കണമായിരുന്നോ എന്ന ചോദ്യത്തിനും ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല. ബഹുരാഷ്ട്ര കമ്പനികളും വികസിത രാജ്യങ്ങളും തങ്ങളുടെ പല വ്യാവസായിക പരീക്ഷണങ്ങൾക്കുമുള്ള വേദിയായി തിരഞ്ഞെടുക്കുന്നത് കടുത്ത പരിസ്ഥിതി നിയമങ്ങൾ പാലിക്കാത്തതും നിയമങ്ങൾക്ക് ഒഴിവുകഴിവ് ഏറെയുള്ളതുമായ 3-ാം ലോക രാജ്യങ്ങളാണെന്നതും നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്നതേയുള്ളൂ. തങ്ങളുടെ ലാഭക്കൊതിക്കു വേണ്ടി നിഷ്കളങ്കരും നിരപരാധികളും ദരിദ്രരുമായ ഒരു സമൂഹത്തെ കുരുതി കൊടുക്കാൻ അവർക്ക് മടിയില്ലാത്തതാണ് കഷ്ടം. അടുത്ത കാലത്ത് ഭോപ്പാൽ ദുരന്തം വീണ്ടും ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു. വാതക ദുരന്തത്തിലെ ഇരകളുടെ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് തള്ളിക്കളഞ്ഞുവെന്നതായിരുന്നു വാർത്ത. ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് കേന്ദ്ര സർക്കാർ നൽകിയ തിരുത്തൽ ഹർജി തള്ളിയത്. നഷ്ടപരിഹാരം സംബന്ധിച്ച വിഷയം 2 പതിറ്റാണ്ടിന് ശേഷം ഉന്നയിക്കുന്നതിന്റെ യുക്തി വിശദീകരിക്കാൻ കഴിയാത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് റിസർവ് ബാങ്കിന്റെ പക്കലുള്ള 50 കോടി രൂപ നഷ്ടപരിഹാര വിതരണത്തിന് ഉപയോഗിക്കണം എന്നതായിരുന്നു. ഭോപ്പാൽ ദുരന്തത്തിന്റെ നടുക്കം ഇന്നും നമ്മെ വിട്ടുപോയിട്ടില്ല.
ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളായി അനേകർ ഇപ്പോഴും ഭോപ്പാലിലുണ്ട്. അവരുടെ നഷ്ടങ്ങൾക്കും വേദനകൾക്കും ആര് പരിഹാരം കണ്ടെത്തും? അവയെല്ലാം ആർക്ക് പരിഹരിച്ചു കൊടുക്കുവാൻ കഴിയും? ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ വ്യാവസായിക ദുരന്തം എന്ന വിശേഷണം ഭോപ്പാൽ ദുരന്തത്തിന് നഷ്ടമായിട്ടുമില്ല. കാരണം അതിലും വലിയ ദുരന്തം ഇനിയും സംഭവിച്ചിട്ടില്ല. ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.